കുറെ നാളുകൾക്ക് ശേഷം പൊന്നൂസ് വീണ്ടും ഒന്ന് കിച്ചണിൽ കയറിയതാ. ഇപ്പൊ കുറെ ആയിട്ട് ചുമയും പനിയും ഇമ്മ്യൂണിറ്റി പവർ ലേശം കുറവാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പൊ അത് കാരണം പുള്ളിക്കാരി കുറച്ചായിട്ട് ടയേർഡാ. അതിന്റെയൊക്കെ ശേഷം ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ വീണ്ടും അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചുമയും കാര്യങ്ങളൊക്കെ. എന്നാൽ ഇന്ന് രാവിലെ ഒന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചപ്പാത്തി പരത്തലും ചുടലും ഇന്ന് അങ്ങനെയുള്ള ഒരു മൂഡാണ്. ഓരോ മൂഡിനും ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ അതങ്ങ് പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ ചെയ്യണ്ടെന്നും പറയാറില്ല, ചെയ്യണമെന്നും പറയാറില്ല. ഒക്കെ തോന്നുമ്പോൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ പോളിസി. ഇന്ന് കിച്ചൺ ഡ്യൂട്ടിയാണ്. രാവിലത്തെ ചപ്പാത്തി മാത്രമേ ഉണ്ടാവുള്ളൂ മിക്കവാറും. അത് കഴിയുമ്പോഴത്തേക്ക് ആള് മൂഡ് ഓഫ് ആവും. എന്തായാലും ഇൻഷാല്ല ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഭംഗിയിലും പെർഫെക്ഷനിലും ഒക്കെ ചെയ്യുമ്പോൾ മാഷല്ല ഭയങ്കര സന്തോഷമാണ്. ഇത്തരം കുട്ടികൾ അവർക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ സ്കില്ലുകളാണ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് എന്താണോ താല്പര്യം, അവരെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. അല്ലാതെ ചെയ്യുമ്പോൾ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ വേണ്ട ഈ ചെയ്താൽ നന്നാവില്ല പറ്റൂല എന്ന് പറയുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഏതറിയാത്തതും അവർ ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും. അല്ലെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെക്കാൾ ശ്രദ്ധയും വൃത്തിയും എന്താണ് എല്ലാം കുറച്ച് കൂടുതലാണ്. പെർഫെക്ഷനും ഒക്കെ അതിൻ്റെതായ സമയമെടുത്ത് നീറ്റില് നമ്മളെ പോലെ ജഗബോഗാക്കിയിട്ട് പെട്ടെന്ന് തീർക്കുന്ന പരിപാടിയൊന്നുമല്ല. സാവധാനം എല്ലാം ഭംഗിയായി നല്ല ഉള്ളൊക്കെ വേവിച്ചിട്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് പൊന്നൂസിന്റെ ചപ്പാത്തി നമുക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. ആള് നല്ല ഹാപ്പി മൂഡിലാണ്. അപ്പം കുറെ ദിവസത്തിന് ശേഷമാണ് പൊന്നൂസ് കിച്ചണിൽ. എല്ലാവരും നമ്മുടെ പൊന്നൂസിന്റെ ഇക്കാക്ക എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.